രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കാണും. വിഷയത്തിൽ നിലപാട് വിശദീകരിച്ചേക്കും. രാവിലെ 10:30 വടകരയിലാണ് വാർത്താ സമ്മേളനം. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ് കെമാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടയിലും ഷാഫി പറമ്പിൽ ബീഹാറിലായിരുന്നു. ഇന്ന് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തുകയാണ്, മാധ്യമങ്ങളെ കാണുകയാണ്. ഈ രാഹുലിന്റെ ആരോപണങ്ങൾക്കിടയിൽ എന്ത് പ്രതികരണമാണ് ഇന്ന് ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, ഷാഫി പറമ്പിൽ ബീഹാറിൽ നിന്ന് തിരിച്ചെത്തി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാവിലെ 10:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഷാഫി, വടകര MP കൂടിയായിട്ടുള്ള ഷാഫി, മാധ്യമങ്ങളെ കാണുക. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷാഫി ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണ ശരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്ന പശ്ചാത്തലത്തിൽ പോലും ഷാഫി പലപ്പോഴും പ്രതികരിച്ചിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം നേരെ പോയത് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ ഭാഗമാകാനായിരുന്നു. ഇന്ന് രാവിലെയാണ്, അല്പം മുൻപ് അദ്ദേഹം കണ്ണൂർ മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയത്. അദ്ദേഹം നേരെ വടകരയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പരിപാടിയുണ്ട്. ആ സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള ആരോപണങ്ങളിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്ത് നൽകിയതായും സൂചനയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് തന്റെ നിലപാട്? രാഹുലിനെതിരെ ആയിരിക്കുമോ, അല്ല രാഹുലിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കുമോ ഷാഫിയുടെ നിലപാട് എന്നുള്ളതെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം രാഹുലിനെ വളർത്തിയത്, രാഹുലിനെ പാലക്കാട് MLA ആക്കിയത്, രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് തന്റെ പിൻഗാമിയായി കൊണ്ടുവന്നത് എല്ലാം ഷാഫി പറമ്പിലായിരുന്നു. രാഹുലിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദർ ആയിരുന്നു ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിന് താൻ വളർത്തിയ ഒരാൾ ഇത്തരം ഒരു നീചമായ ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഹീനമായ പ്രവൃത്തികൾ നടത്തി എന്നുള്ള തെളിവുകളും ആരോപണങ്ങളും പുറത്തു വരുമ്പോൾ ഷാഫി പറമ്പിൽ ഇനി തള്ളിപ്പറയാതെ ഇരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം രാഹുലിന്റെ MLA സ്ഥാനം പോലും രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേതൃതലത്തിൽ തന്നെ രംഗത്തുണ്ട്. ആ ഘട്ടത്തിൽ ഷാഫിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇന്ന് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ഷാഫിയുടെ ആ ഒരു പ്രതികരണം തന്നെയായിരിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. രാവിലെ 10:30 വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ചോദ്യശരങ്ങൾ ഷാഫിക്കെതിരെ ഉണ്ടാകും. തീർച്ചയായും ഷാഫി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ മറുപടി പറയും? താൻ വളർത്തിയ രാഹുലിനെ സംരക്ഷിക്കുമോ, അതല്ല രാഹുലിനെ ഏറ്റവും ഒടുവിൽ ഷാഫിയും തള്ളിപ്പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം കൈവിട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന കാര്യം. ഇവിടെ പത്തനംതിട്ടയിൽ, രാഹുലിന്റെ സ്വന്തം നാടായ പത്തനംതിട്ടയിലുള്ള കോൺഗ്രസ് നേതൃത്വവും രാഹുലിനെ കൈവിട്ടിട്ടുണ്ട്. വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുലിന് എതിരാണ്. രാഹുലിനെ പിന്തുണയ്ക്കുന്നത് ചില അണികൾ മാത്രമാണ്, ചില പ്രാദേശിക നേതാക്കൾ മാത്രമാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. അതിനിടെ ഷാഫിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഷാഫിയുടെ നിലപാട് നിർണായകമാകും. ആ നിർണായക നിലപാട് അദ്ദേഹം വ്യക്തമാക്കും. ആ വ്യക്തമാക്കുന്നതോടുകൂടി ഇതിനൊരു വ്യക്തത കൈവരും. അതിനായി നമുക്ക് കാത്തിരിക്കാം രാവിലെ 10:30 വരെ. രേണുക. ശരി റിയാസ്, വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കാണും. വിഷയത്തിൽ നിലപാട് വിശദീകരിച്ചേക്കും. രാവിലെ 10:30 വടകരയിലെ വാർത്താ സമ്മേളനം നടക്കുക. എന്തായാലും ഷാഫി പറമ്പിലാണ് രാഹുലിന് എല്ലാ കാര്യങ്ങളിലും പിന്നിൽ നിൽക്കുന്നത്, ചുക്കാൻ പിടിക്കുന്നത് എന്നൊരു വാദങ്ങളൊക്കെ തന്നെ, പല ആരോപണങ്ങളും ഈ ഒരു വിഷയത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ കണ്ടെത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും പറയുന്നത്. എന്തായാലും ഷാഫിയുടെ വാക്കുകളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് എന്ന് തന്നെ പറയണം. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ. എന്തായാലും ഷാഫി പറമ്പിലിന്റെ നിലപാട് എന്താണ്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ഷാഫി പറമ്പിൽ രാഹുലിനെതിരെ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് എന്ന് തന്നെ പറയാം. റിയാസ് കെമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.